നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. കോട്ടയം ജില്ലയിൽ അതിശക്തമായ മഴ തുടരുന്നു. മീനച്ചിൽ മണിമലയാറുകൾ കരകവിഞ്ഞു. കുമരകത്ത് ശക്തമായ കാറ്റിൽ വൻ നാശനഷ്ടം. കോട്ടയത്തെ ആകാശപാതയുടെ പണികൾ തുടരാനാവില്ലെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. പണികൾ തടസ്സപ്പെടാൻ കാരണം CPM-ന്റെ ശത്രുതയെന്ന തിരുവഞ്ചൂരിന്റെ വാദം മുഖം രക്ഷിക്കാനെന്ന് A.V. റസൽ. പാലാ ടൗണിൽ വീടിന് മുകളിലേക്ക് മതിലിടിഞ്ഞു വീണു. വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വാർത്തകൾ വിശദമായി. കോട്ടയം ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. മീനച്ചിലാറും മണിമലയാറും കരകവിഞ്ഞു. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ വീടുകളിൽ വെള്ളം കയറി. പലയിടത്തും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. കോട്ടയം ജില്ലയിൽ മഴ ശക്തമായി. മീനച്ചിൽ മണിമല ആറുകളിൽ ജലനിരപ്പ് ഉയർന്നു. കാരാപ്പുഴ, തിരുവാതുക്കൽ, മാണിക്കുന്നം, പണമ്പടി, തിരുവാർപ്പ്, കാഞ്ഞിരം, കുമ്മനം എന്നീ പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. കുമരകത്ത് വെള്ളൂരിലും കാറ്റിൽ വീട് തകർന്നു. കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടു. ജില്ലയിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ ഖനന പ്രവർത്തനങ്ങൾ 30-ാം തീയതി വരെ നിരോധിച്ചു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനവും നിരോധിച്ചിട്ടുണ്ട്. കോട്ടയം വിജയപുരം പഞ്ചായത്തിലെ പെരിങ്ങള്ളൂർ LPS കോളനിയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. 3 ദിവസം മഴയുണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മഴ കൂടുതൽ ശക്തമായാൽ വെള്ളപ്പൊക്കം അതിരൂക്ഷമാകുമെന്നത് ആശങ്കയ്ക്ക് ഇട നൽകുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ബുധനാഴ്ച വൈകിട്ട് കോട്ടയം കുമരകത്തുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വൻ നാശനഷ്ടം. 1-ാം കലുങ്കിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷ പാടത്തേക്ക് മറിഞ്ഞു. എതിരെ വന്ന ബൈക്കും നിയന്ത്രണം വിട്ട് ചെരിഞ്ഞു. കൂടാതെ പ്രദേശത്ത് വീടുകൾക്കും കെട്ടിടങ്ങൾക്കും വൻ നാശനഷ്ടമുണ്ടായി. കോട്ടയം കുമരകത്ത് ബുധനാഴ്ച വൈകുന്നേരം 6:30ഓടെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വൻകെടുതികൾ. ചുഴലിക്കാറ്റിന് സമാനമായ അതിശക്തമായ കാറ്റാണ് പ്രദേശത്ത് ഉണ്ടായത്. ഇതേ തുടർന്ന് കുമരകം 1-ാം കലുങ്കിനും 2-ാം കലുങ്കിനും ഇടയിലുള്ള റോഡിൽ സഞ്ചരിക്കുകയായിരുന്ന വാഹനങ്ങൾ നിയന്ത്രണം തെറ്റി മറിഞ്ഞു. ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷ റോഡരികിലെ പാടത്തേക്ക് മറിഞ്ഞു. ഇതേസമയം എതിരെ വരികയായിരുന്ന ബൈക്കും കാറ്റിൽ ദിശ തെറ്റി മറിഞ്ഞു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. 2-ാം കലുങ്കിന് സമീപം റെജിയുടെ വീടിന് മുകളിലേക്ക് പരസ്യ ബോർഡ് വീണ് നാശനഷ്ടം ഉണ്ടായി. കൃഷി ആവശ്യങ്ങൾക്കായുള്ള നെൽവിത്തും കക്കയും ഉപകരണങ്ങളും സൂക്ഷിച്ചിരുന്ന ഷെഡിന്റെ മേൽക്കൂര ഷീറ്റും തകർന്നു. കൂടാതെ 60ഓളം ഏത്തവാഴ ഉൾപ്പെടെയുള്ള കൃഷിയും ഒടിഞ്ഞു വീണ് നശിച്ചു. വാട്ടർ ടാങ്ക് സ്ഥാനം തെറ്റി നിലത്ത് വീണു. സമീപത്തെ തീർത്ഥം വാട്ടർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം ഓഫീസിന്റെ ഫ്രണ്ട് ഗ്ലാസ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇതോടൊപ്പം വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടു. നാശനഷ്ടങ്ങൾ പൂർണ്ണമായും വിലയിരുത്താനായിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ടൗണിലെ ആകാശപാതയുടെ നിർമ്മാണവുമായി മുന്നോട്ടു പോകാനാവില്ലെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ആദ്യഘട്ടത്തിൽ 5 കോടി രൂപ നിശ്ചയിച്ച പദ്ധതിക്ക് 17.82 കോടിയിലേറെ രൂപ ചിലവ് വരുമെന്നും മന്ത്രി. കോട്ടയത്തെ ആകാശപാത നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ആവശ്യം തള്ളി ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ. സർക്കാരിന്റെ പൊതുമുതൽ ഇത്തരം കാര്യങ്ങൾക്ക് ദുർവിനിയോഗം ചെയ്യാൻ പാടില്ലെന്നും മന്ത്രി പറഞ്ഞു. ആദ്യഘട്ടത്തിൽ 5 കോടി രൂപ നിശ്ചയിച്ച പദ്ധതിക്ക് ഇപ്പോൾ 17.82 കോടിയിലേറെ രൂപ വേണ്ടിവരും. സ്ഥലം ഏറ്റെടുക്കേണ്ടി വന്നാൽ അതിലും കൂടുതൽ പണം വേണ്ടിവരും. ഇത്രയും പണം മുടക്കി ആകാശപാത നിർമ്മിച്ചാൽ ഭാവിയിൽ കോട്ടയത്തിന്റെ തുടർ വികസനവുമായി ബന്ധപ്പെട്ട് അത് പൊളിച്ചു നീക്കേണ്ട അവസ്ഥയും ഉണ്ടാകും. ഈ സാഹചര്യത്തിൽ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണവുമായി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ഇത് പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഒരാൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. പദ്ധതിക്ക് സ്വകാര്യ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരില്ലെന്നാണ് അന്നത്തെ കളക്ടർ റിപ്പോർട്ട് നൽകിയിരുന്നത്. സൗജന്യമായി ഭൂമി വിട്ടു നൽകുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അവർ വിസമ്മതിക്കുന്നതിനാൽ കോടിക്കണക്കിന് രൂപ സ്ഥലം ഏറ്റെടുക്കാൻ തന്നെ വേണ്ടിവരും. പണം കൊടുത്ത് സ്ഥലം ഏറ്റെടുക്കാൻ റോഡ് സേഫ്റ്റി അതോറിറ്റിക്ക് അധികാരമില്ലെന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ആകാശപാതയുടെ നിർമ്മാണത്തിന് തടസ്സം CPM-ന്റെ ശത്രുതയാണെന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA-യുടെ പ്രസ്താവന അമളിമറയ്ക്കാനെന്ന് CPM ജില്ലാ സെക്രട്ടറി A.V. റസൽ. തിരുവഞ്ചൂർ കൊണ്ടുവന്ന പദ്ധതികൾക്ക് പിന്നിലെല്ലാം അഴിമതി ഉണ്ടായിരുന്നെന്നും CPM നേതൃത്വം. ആകാശപാത സംബന്ധിച്ച് തിരുവഞ്ചൂരിന്റെ പ്രസ്താവന അമളിമറയ്ക്കാനെന്ന് CPM-ന്റെ ശത്രുതയാണ് പദ്ധതിക്ക് തടസ്സമായതെന്ന വാദം മുഖം രക്ഷിക്കാൻ മാത്രമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി A.V. റസൽ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഒരിക്കലും പദ്ധതിക്ക് എതിരായിട്ട് നിൽക്കുകയോ ഏതെങ്കിലും ഇടപെടൽ നടത്തുകയോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. LDF ഗവൺമെൻറ് വന്നതിന് ശേഷവും ഞങ്ങൾ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഒരു നീക്കവും നടത്തിയിട്ടില്ല. അപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ഇന്ന് മനോരമയിൽ കൂടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അവാസ്തവമാണ്. താൻ കുഴിച്ച കുഴിയിൽ ചെന്ന് സ്വയം അകപ്പെട്ട് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു വെപ്രാളം എന്നതിനപ്പുറത്ത് വേറൊന്നുമില്ല.
വികസന നായകൻ എന്നു കാട്ടാനുള്ള വെപ്രാളത്തിന്റെ തെളിവാണ് ആകാശപാത പദ്ധതിയെന്നും തിരുവഞ്ചൂർ കൊണ്ടുവന്ന പദ്ധതികൾക്ക് പിന്നിലെല്ലാം അഴിമതിയുണ്ടെന്നും CPM നേതാക്കൾ ആരോപിച്ചു. സ്ഥലം ഏറ്റെടുക്കാതെയാണ് പദ്ധതി ആരംഭിച്ചതെന്നും പദ്ധതിക്ക് പിന്നിൽ അഴിമതിയുണ്ടെന്നും CPM സംസ്ഥാന സമിതി അംഗം K. അനിൽകുമാർ പറഞ്ഞു. കച്ചേരിക്കടവിലെ വാട്ടർ ഹബ്ബ്, കോടിമത സമാന്തര പാലം എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. ഈ വിഷയത്തിൽ തുറന്ന സംവാദത്തിന് തിരുവഞ്ചൂരിനെ വെല്ലുവിളിക്കുന്നുവെന്നും അനിൽകുമാർ പറഞ്ഞു. ഒന്നാമത്തത്, 1 ഇഞ്ച് സ്ഥലം ഏറ്റെടുത്തിട്ടില്ല. നാളെ ഈ പത്രസമ്മേളനത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് വെല്ലുവിളിക്കുകയാണ്. പരസ്യ സംവാദത്തിന് കോട്ടയം പത്രസമ്മേളനത്തിൽ ഞങ്ങൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വെല്ലുവിളിക്കുന്നു. ഏതെങ്കിലും സ്ഥലം ഈ പദ്ധതിക്ക് ഏറ്റെടുക്കേണ്ടതുണ്ടോ എന്നാണ് ആദ്യത്തെ ചോദ്യം. ഉണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ എവിടെ നിന്ന് ഏറ്റെടുക്കണം, ആരുടെയൊക്കെ സ്ഥലം ഏറ്റെടുക്കണം? ആ ഏറ്റെടുക്കുന്ന സ്ഥലത്തിന് ഏറ്റെടുക്കാൻ എന്തെങ്കിലും വിജ്ഞാപനം അദ്ദേഹം റവന്യൂ മന്ത്രിയായി നടത്തിയെന്ന് കാണിക്കാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുക. ആകാശപാത പൊളിച്ചു നീക്കുന്നതിന്റെ ചെലവ് തിരുവഞ്ചൂർ വഹിക്കണമെന്നും അനിൽകുമാർ ആവശ്യപ്പെട്ടു. നേതാക്കളായ KM രാധാകൃഷ്ണൻ, റെജി സക്കറിയ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ ടൗണിൽ വീടിന് മുകളിലേക്ക് മതിൽ ഇടിഞ്ഞു വീണ് അപകടം. കണ്ടനാംപറമ്പിൽ ബേബി ജോസഫിന്റെ വീടിന് മുകളിലേക്കാണ് സമീപത്തെ മരിയാറാണി കോൺവെന്റ് ഹോസ്റ്റലിന്റെ മതിൽ ഇടിഞ്ഞു വീണത്. അപകടത്തിൽ വീടിന് ഭാഗികമായി കേടുപാടുണ്ടായി. വാർഡ് 20 കണ്ടനാംപറമ്പിൽ ബേബി ജോസഫിന്റെ വീടിന് മുകളിലേക്കാണ് ബുധനാഴ്ച ഉണ്ടായ പെരുമഴയെ തുടർന്ന് കരിങ്കൽ കെട്ടും ഭിത്തിയും ഇടിഞ്ഞു വീണ് വീട് ഭാഗികമായി തകർന്നത്. ബേബി ജോസഫിന്റെ കൊച്ചുമകൾ +1 പഠിക്കുന്ന ആൽഫി വിനോദാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ആൽഫി കട്ടിലിൽ കിടക്കുന്ന സമയത്താണ് വൻ ശബ്ദത്തോടെ മതിൽ വീടിന്റെ മുകളിലേക്ക് ഇടിഞ്ഞു വീണത്. ആൽഫി എഴുന്നേറ്റ് ഓടിമാറിയതിനാൽ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. വീടിന്റെ ഒരു ഭാഗം മണ്ണിനടിയിലായി. മരിയാറാണി കോൺവെന്റ് ഹോസ്റ്റലിന്റെ മതിലാണ് വീടിന്റെ മുകളിൽ ഇടിഞ്ഞു വീണത്. ന്യൂസ് ബ്യൂറോ, പാലാ. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന രാമപുരം പള്ളിയാമ്പതി സ്വദേശി അനന്തുവിന്റെ ചികിത്സാ ചിലവുകൾക്കായി ഒരു ദിവസത്തെ കളക്ഷൻ നൽകി സെന്റ് റോക്കീസ് ബസ്. ഈ റൂട്ടിലോടുന്ന സെന്റ് റോക്കീസിന്റെ 8 ബസ്സുകളും വ്യാഴാഴ്ച നടത്തിയ സർവീസിൽ ലഭിച്ച മുഴുവൻ തുകയും അനന്തുവിന്റെ കുടുംബത്തിന് കൈമാറി. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന രാമപുരം പള്ളിയാമ്പുറം സ്വദേശി കാറനാട്ടുപറമ്പിൽ അനന്തു മുരളിയുടെ ചികിത്സാ ധനശേഖരണാർത്ഥം കൂത്താട്ടുകുളം രാമപുരം റൂട്ടിൽ സർവീസ് നടത്തുന്ന സെന്റ് റോക്കീസ് ബസ് ധനശേഖരണം നടത്തുന്നു. സെന്റ് റോക്കീസ് ബസിന്റെ 8 സർവീസുകളാണ് വ്യാഴാഴ്ച ധനശേഖരണാർത്ഥം ഓടുന്നത്. വ്യാഴാഴ്ച ലഭിക്കുന്ന മുഴുവൻ തുകയും അനന്തുവിന്റെ ചികിത്സയ്ക്കായി കൈമാറും. ജീവനക്കാരും ശമ്പളം ഉപേക്ഷിച്ചാണ് ഉദ്യമത്തിനായി ഇറങ്ങിയിരിക്കുന്നത്. രാവിലെ സർവീസ് ആരംഭിച്ചപ്പോൾ മുതൽ എല്ലാ ബസ്സുകളിലും മികച്ച പ്രതികരണം ലഭിക്കുന്നത് എന്ന് ബസ് ജീവനക്കാർ പറയുന്നു. അനന്ത് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്തിന് ചികിത്സ സഹായത്തിന് വേണ്ടി റോക്കീസിലെ 8 വണ്ടികളും അതിലെ സ്റ്റാഫിലെ ഇന്നത്തെ എല്ലാ കണക്ഷനും കൂടി അനന്തിന് നമ്മൾ നൽകുകയാണ്. നമ്മുടെ വണ്ടിയിൽ കയറുന്ന യാത്രക്കാരും വിദ്യാർത്ഥികളും എല്ലാം നല്ല രീതിയിൽ നമ്മളോട് സഹായിക്കുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. കഴിഞ്ഞ മെയ് 11 അനന്തുവിന് അപകടം സംഭവിക്കുന്നത്. തുടരെ 2 സർജറികൾ അനന്തുവിന് ആവശ്യമായി വരുന്നു. അതിനുള്ള തുക സമാഹരിക്കാൻ ആണ് റോക്കീസ് ബസ് കാരുണ്യയാത്ര നടത്തിയത്. അനന്തുവിന്റെ സർജറികൾക്കും തുടർ ചികിത്സയ്ക്കുമായി നല്ലൊരു തുക ആവശ്യമായി വരുന്നുണ്ട്. അതിനായി ഉദാരമതികളുടെ സഹായവും ഈ കുടുംബം പ്രതീക്ഷിക്കുന്നുണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ രാമപുരം ശാഖയിൽ അനന്തുവിന്റെ സഹോദരൻ അജിത് മുരളിയുടെ പേരിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലാ. കോട്ടയം തിരുനക്കര ബസ് സ്റ്റാൻഡിൽ താൽക്കാലിക വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കാൻ തീരുമാനമായി. കോട്ടയത്തെ അച്ചയൻസ് ഗോൾഡാണ് താൽക്കാലിക വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കുന്നത്. ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാരുടെ ദുരിതം കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കോട്ടയം തിരുനക്കര ബസ് സ്റ്റാൻഡിൽ താൽക്കാലിക വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കാൻ തീരുമാനമായി. സ്പോൺസർഷിപ്പ് വ്യവസ്ഥയിൽ കോട്ടയം നഗരസഭയിൽ നിന്നും താൽക്കാലിക വെയിറ്റിംഗ് ഷെഡ് സ്ഥാപിക്കുന്നതിന് കൊട്ടേഷൻ നേടിയത് കോട്ടയത്തെ അച്ചയൻസ് ഗോൾഡാണ്. വ്യാഴാഴ്ച ചേർന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിലാണ് അച്ചയൻസ് ഗോൾഡ് സമർപ്പിച്ച കൊട്ടേഷൻ അംഗീകരിച്ചത്. കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണ ചെലവും ഇവർ ഏറ്റെടുക്കുമ്പോൾ വെയിറ്റിംഗ് ഷെഡിൽ പരസ്യങ്ങൾ നൽകുമെന്ന വ്യവസ്ഥയിലാണ് നടപടി. മഴ ശക്തമായതോടെ തിരുനക്കര സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്ക് കയറി നിൽക്കാൻ ഇടമില്ലാത്തത് ഏറെ ദുരിതം അനുഭവിക്കുന്നത് വാർത്തയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ശാഖ കാഞ്ഞിരപ്പള്ളിയിൽ പ്രവർത്തനം തുടങ്ങി. അക്കരപ്പള്ളിക്ക് സമീപം കല്ലുങ്കൽ ബിൽഡിംഗിലാണ് സ്ഥാപനം.
സാമ്പത്തിക സേവന രംഗത്തെ വിശ്വസ്തതയുടെ മുഖമുദ്രയായ പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ബ്രാഞ്ച് കാഞ്ഞിരപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. 1996 മുതൽ സാമ്പത്തിക സേവന രംഗത്ത് നിലനിൽക്കുന്ന സ്ഥാപനമാണ് പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ്. സ്വർണ്ണപ്പണയം, ബിസിനസ് ലോൺ, പേഴ്സണൽ ലോൺ, മൈക്രോ ഫിനാൻസ്, ഇൻഷുറൻസ്, മണി എക്സ്ചേഞ്ച് തുടങ്ങിയവയാണ് ഇവരുടെ സേവനങ്ങൾ. പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR തങ്കപ്പൻ നിർവഹിച്ചു. അപ്പോൾ നമ്മുടെ നാടിൻ്റെ സഹകരണ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് വലിയ ബന്ധങ്ങൾ സ്ഥാപിച്ചു പോകാനുള്ള ഇടപെടലുകൾ സാമ്പത്തികമായും അല്ലാതെയും അത്തരം ആളുകളുടെ വലിയ സഹകരണം ഈ രംഗത്ത് നമുക്ക് ലഭ്യമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് സഹകരണ പ്രസ്ഥാനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കേരളീയ സമൂഹത്തിൽ സഹകരണ പ്രസ്ഥാനം ഈ കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ അടുത്ത നാളുകളിൽ തന്നെ സഹകരണ നിയമത്തിൽ തന്നെ വലിയ ഭേദഗതികൾ വന്നിട്ടുണ്ട്. കേരള നിയമസഭയിൽ അവതരിപ്പിച്ച സഹകരണ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സഹകരണ പ്രസ്ഥാനം നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും ബന്ധപ്പെട്ട് അതിനാവശ്യമായ സഹായകരമായ നിലപാടുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കണമെന്നതിനെ സംബന്ധിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ബെന്നിച്ചൻ കുട്ടഞ്ചേരി, പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ് ചെയർമാൻ സജു MK, മാനേജിംഗ് ഡയറക്ടർ CA ജോൺസൺ, വൈസ് ചെയർമാൻ രാഗിൽ മുരളി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. അറിയിപ്പ്. കേരള സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോണിന്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം 2024-25 ബാച്ചിലേക്ക് ജൂലൈ 10 വരെ അപേക്ഷിക്കാം. തിരുവനന്തപുരം കെൽട്രോൺ നോളജ് സെന്ററിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. പത്രം, ടെലിവിഷൻ, സോഷ്യൽ മീഡിയ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയിൽ അധിഷ്ഠിതമായ ജേർണലിസം, മൊബൈൽ ജേർണലിസം, ആങ്കറിംഗ്, ന്യൂസ് ക്യാമറ, വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയവയിൽ പരിശീലനം ലഭിക്കും. പഠനത്തോടൊപ്പം മാധ്യമ സ്ഥാപനങ്ങളിൽ നിബന്ധനകൾക്ക് വിധേയമായി ഇന്റേൺഷിപ്പ് ചെയ്യാൻ അവസരം ലഭിക്കുന്നതാണ്. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നൽകുന്നതാണ്. ഉയർന്ന പ്രായപരിധി 30 വയസ്സ്. ക്ലാസുകൾ ജൂലൈയിൽ ആരംഭിക്കും. വിശദവിവരങ്ങൾക്ക് ഫോൺ 9544958182. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ജില്ലയിൽ മൃഗസംരക്ഷണ മേഖലയിലെ കർഷകർക്ക് അത്യാവശ്യ സാഹചര്യങ്ങളിൽ ബന്ധപ്പെടുന്നതിന് കോടിമത ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിൽ കൺട്രോൾ റൂം ആരംഭിച്ചു. ഫോൺ 048125644623. മഴ ശക്തമായ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ മഴ രൂക്ഷമാകുമെന്ന മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നതിനാലും കോട്ടയം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ഇലവീഴ, പൂഞ്ചിറ, ഇല്ലിക്കൽ കല്ല്, മാർമല അരുവി എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശനവും ഈരാറ്റുപേട്ട വാഗമൺ റോഡിലെ രാത്രികാല യാത്രയും ജൂൺ 30 വരെ ജില്ലാ കളക്ടർ നിരോധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം ജില്ലയിൽ അതിശക്തമായ മഴ തുടരുന്നു. മീനച്ചിൽ, മണിമലയാറുകൾ കരകവിഞ്ഞു. കുമരകത്ത് ശക്തമായ കാറ്റിൽ വൻ നാശനഷ്ടം. കോട്ടയത്തെ ആകാശപാതയുടെ പണികൾ തുടരാനാവില്ലെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. പണികൾ തടസ്സപ്പെടാൻ കാരണം CPMന്റെ ശത്രുതയെന്ന തിരുവഞ്ചൂരിന്റെ വാദം മുഖം രക്ഷിക്കാനെന്ന് AV റസൽ. പാലാ ടൗണിൽ വീടിന് മുകളിലേക്ക് മതിലിടിഞ്ഞു വീണു. വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.